അഴിമതിയുടെ പേരിൽ ശ്മശാനത്തെ തകർക്കാൻ ശ്രമിച്ചവർ വിശ്വാസികളോടും പൊതുജനങ്ങളോടും മാപ്പു പറയണമെന്ന് UDF. ദഹിപ്പിക്കാൻ കൊണ്ടുവന്ന മൃതദേഹം യന്ത്ര തകരാർ മൂലം പകുതി മാത്രം കത്തിയ നിലയിൽ മണിക്കൂറുകളോളം കിടക്കേണ്ടി വന്ന സാഹചര്യം പരിഷ്കൃത സമൂഹത്തിന് തന്നെ അപമാനമാണെന്നും UDF. ക്രിമിറ്റോറിയത്തിലെ ദൗർഭാഗ്യകരമായ സംഭവം മുൻ LDF ഭരണസമിതിയുടെ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും തെളിവാണെന്ന് UDF നേതൃത്വം കുറ്റപ്പെടുത്തി. കഴിഞ്ഞ LDF ഭരണസമിതി വലിയ അവകാശവാദങ്ങളോടെയും അഹങ്കാരത്തോടെയും ധൃതി പിടിച്ചാണ് ശ്മശാന മണ്ഡപത്തിന്റെ പണികൾ പൂർത്തിയാക്കിയത്. ഗുണനിലവാരമില്ലാത്ത യന്ത്രസാമഗ്രികൾ വാങ്ങിയതിനും വേണ്ടത്ര പഠനം നടത്താതെ പദ്ധതി നടപ്പിലാക്കിയതിനും പിന്നിൽ വലിയ അഴിമതി നടന്നുവെന്ന ആരോപണം ശരിവയ്ക്കുന്ന നടപടികളാണ് ഉണ്ടായത്. ഉത്തരവാദിത്വമില്ലാത്ത ഏജൻസിയെയാണ് യന്ത്രസംവിധാനത്തിന്റെ ചുമതല ഏൽപ്പിച്ചത്. തകരാർ മൂലം മൃതദേഹത്തിന്റെ കാലുകൾ മാത്രം കത്തുകയും ബാക്കി ഭാഗം 3 മണിക്കൂറിലധികം അനാഥമായി കിടക്കുകയും ചെയ്തു എന്നത് മൃതദേഹത്തോടുള്ള അനാദരവും മനസാക്ഷിയെ മരവിപ്പിക്കുന്നതുമാണ്. ഏജൻസി അധികൃതർ വൈകിയെത്തി തകരാർ പരിഹരിച്ചെങ്കിലും അന്ത്യകർമ്മങ്ങൾ പോലും മാന്യമായി നടത്താൻ കഴിയാത്ത വിധം ദുർബലമായ ഒരു സംവിധാനമാണ് LDF ഭരണസമിതി ഒരുക്കിയതെന്ന് നിലവിലെ ഭരണസമിതി കുറ്റപ്പെടുത്തി. വീഴ്ചകൾ പരിഹരിക്കാനും ജനങ്ങൾക്കർഹമായ സേവനം ഉറപ്പുവരുത്താനും UDF ഭരണസമിതി ക്രിയാത്മകമായ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. അഴിമതിയുടെ പേരിൽ ഈ ശ്മശാനത്തെ തകർക്കാൻ ശ്രമിച്ചവർ വിശ്വാസികളോടും പൊതുജനങ്ങളോടും മാപ്പു പറയണമെന്ന് UDF ആവശ്യപ്പെട്ടു. ക്രിമിറ്റോറിയവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണത്തിന് നടപടി സ്വീകരിക്കണമെന്നും UDF പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു.